നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. വിധി വന്നതിന് പിന്നാലെ വലിയ ആഹ്ലാദമാണ് ദിലീപ് പ്രകടിപ്പിച്ചത്. ഈ കേസിൽ തനിക്കെതിരെയാണ് യഥാർത്ഥ ഗൂഢാലോചന നടന്നത് എന്നും എല്ലാത്തിനും പിന്നിൽ മഞ്ജു വാര്യർ ആണെന്നുള്ള രീതിയിലും ദിലീപ് സംസാരിച്ചിരുന്നു. എന്നാൽ കോടതി വിധി വന്ന ശേഷവും കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപിനെതിരെ അതിജീവിതയുടെ അഭിഭാഷക ടി.ബി. മിനി സംസാരിച്ചിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സർക്കാർ ഉടൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് അഭിഭാഷക ടി.ബി. മിനി പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അതിജീവിതയുടെ അഭിഭാഷകയായ ടി.ബി. മിനിയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് വിചാരണ കോടതി. നടൻ ദിലീപ് 8ാം പ്രതിയായിരുന്ന കേസിലെ കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് അഭിഭാഷകയ്ക്കെതിരെ വിചാരണ കോടതി ജഡ്ജ് വിമർശനം ഉന്നയിച്ചത്. കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കുമ്പോൾ അതിജീവിതയുടെ അഭിഭാഷക ഹാജരായിരുന്നില്ല. പകരം ജൂനിയർ വക്കീലായിരുന്നു ഹാജരായിരുന്നത്. നടി ആക്രമിച്ച കേസിൽ വിചാരണ നടന്ന 7.5 വർഷക്കാലത്തിനിടെ 10-ൽ താഴെ തവണ മാത്രമാണ് അതിജീവിതയുടെ അഭിഭാഷക കോടതിയിൽ ഹാജരായിരുന്നത് എന്ന് വിചാരണ കോടതി വ്യക്തമാക്കി. ഹാജരായിരുന്ന സമയങ്ങളിൽ പോലും അരമണിക്കൂർ സമയം മാത്രമാണ് കോടതിയിൽ ഉണ്ടാകാറുള്ളതെന്നും ഈ സമയത്ത് പോലും അതിജീവിതയുടെ അഭിഭാഷക ഉറങ്ങുകയാണ് പതിവെന്നും വിചാരണ കോടതി ചൂണ്ടിക്കാട്ടി. കോടതിയെ കാണുന്നത് വിശ്രമ സ്ഥലമായിട്ടാണോ എന്നും വിചാരണ കോടതി ചോദിച്ചു. കേസിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അഭിഭാഷക പുറത്തുപോയി കോടതിയെയും കോടതി വിധിയെയും വിമർശിക്കുന്നത് എന്നും വിചാരണ കോടതി കുറ്റപ്പെടുത്തി. അതേസമയം വിചാരണ കോടതിയുടെ വിമർശനങ്ങളോട് പ്രതികരിച്ച് അഡ്വക്കേറ്റ് ടി.ബി. മിനിയും രംഗത്ത് വന്നിരുന്നു. കോടതി ഇത്രമാത്രം പക്വതയില്ലാതെ സംസാരിക്കുന്നതിൽ താൻ എന്ത് മറുപടി പറയാനാണെന്നും ടി.ബി. മിനി ചോദിച്ചു. വിചാരണ നടക്കുന്ന മുഴുവൻ സമയവും കോടതിയിൽ ഉണ്ടായിരുന്നു. കേസ് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കോടതിയിൽ പറഞ്ഞാൽ ഒരു മറുപടിയും ഇല്ല. കോടതിയുമായി തർക്കിക്കേണ്ട ആവശ്യമില്ലെന്നും ടി.ബി. മിനി പ്രതികരിച്ചു. അതേസമയം കേസിൽ വിധി വന്നതിന് പിന്നാലെ കേസിലെ പ്രതി മാർട്ടിൻ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടൊരു വീഡിയോ വലിയ വിവാദമായിരുന്നു. അതിജീവിതയുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു മാർട്ടിന്റെ വീഡിയോ. ഇതിൽ പോലീസ് നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കേസിൽ ദിലീപിനെ സംവിധായകൻ ലാലും മകൻ ജീൻ പോൾ ലാലും ചേർന്ന് കുടുക്കിയതാണെന്നൊരു കഥ ഈ വീഡിയോയ്ക്ക് പിന്നാലെ പ്രചരിപ്പിക്കപ്പെട്ടു. ഈ വിവാദത്തിൽ ടി.ബി. മിനി പ്രതികരിച്ചിരുന്നു. ദിലീപിന് വേണ്ടി ഉണ്ടാക്കിയ കഥയാണിതെന്നാണ് ടി.ബി. മിനി പറയുന്നത്. ലാലിന്റെ സ്റ്റുഡിയോയുടെ പങ്കാളി ആരെന്ന് അറിയുമോ? സുനിയും മാർട്ടിനും ലാൽ ക്രിയേഷൻസിന്റെ ഡ്രൈവർമാരാണ് എന്നല്ലേ നിങ്ങൾക്കറിയൂ. അതിലെ പങ്കാളി ആരെന്ന് അറിയുമോ? അത് ദിലീപാണ്. അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് ആരായിരിക്കും? ഇതൊന്നും കോടതിക്ക് വിഷയമല്ല, അന്വേഷിച്ചിട്ടുമില്ല എന്നും ടി.ബി. മിനി പറഞ്ഞിരുന്നു. ഇവരുണ്ടാക്കിയ കഥ ദിലീപിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ആർക്കാണ് അറിയാത്തത്? ലാലിന്റെ മകനെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെയുള്ള കേസൊന്നും നിൽക്കില്ല എന്നും ടി.ബി. മിനി പറഞ്ഞിരുന്നു. അതേസമയം സുനിയുടെ കുറ്റസമ്മതവുമുണ്ട്. കുറ്റസമ്മതം തെളിവായിട്ട് എടുക്കാനാകില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ കോടതിക്ക് വേണമെങ്കിൽ കേൾക്കാം. ദിലീപിന്റെ കൺഫെഷനുമുണ്ട്. അത് കേട്ടാലും കോടതിക്ക് മനസ്സിലാകും ആരാണ് ഇത് ചെയ്തതെന്ന്. മുകളിലെ കോടതിയൊക്കെ ഇത് ചെയ്യുമെന്നും മിനി പറഞ്ഞു. ഇപ്പോഴും പറയുന്നു ദിലീപിന് ഇതിൽ പങ്കുണ്ട്. ഞാൻ ഈ കേസിൽ അസിസ്റ്റ് ചെയ്തതാണ്. എല്ലാ കാര്യങ്ങളും പ്രോസിക്യൂട്ടറാണ് തീരുമാനിച്ചത്. പക്ഷേ എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്റെ അഭിപ്രായങ്ങളും സംശയങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ദിവസവും വീട്ടിലെത്തുന്നത് രാത്രി 2 മണിക്കാണ്. പോലീസുകാരാണ് എന്നെ വീട്ടിലാക്കി തരുന്നത് എന്നും ടി.ബി. മിനി പറഞ്ഞിരുന്നു. കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് സുനി വിറ്റിരിക്കാമെന്ന ആശങ്കയും ടി.ബി. മിനി പങ്കുവച്ചു. പൾസർ സുനിയുടെ 2ാമത്തെ കത്തിൽ ഈ ലോകത്ത് എത്ര പേരുടെ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾ വിറ്റ് കാശാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. പൾസർ സുനിക്ക് അറിയാം ഇത് വിറ്റ് കാശാക്കാമെന്ന്. അയാൾ അത് വിറ്റിട്ടുണ്ടാകാമെന്നാണ് മിനി പറയുന്നത്. ആ അഭിമുഖം ലോകം മുഴുവൻ കണ്ടതാണ്. തീർച്ചയായും കോടതിയും കണ്ടിട്ടുണ്ടാകും. പൾസർ സുനിയുടെ കയ്യിൽ അങ്ങനൊന്ന് ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കണം. അങ്ങനൊരു ഉത്തരവ് വിധിയിലുണ്ടോ എന്നും ടി.ബി. മിനി ചോദിച്ചു. നടി ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ ആദ്യ 6 പ്രതികളും കുറ്റക്കാരാണെന്നായിരുന്നു കോടതി വിധി. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട 8 വർഷവും 8 മാസവും പിന്നിടുമ്പോഴാണ് നിർണായകമായ ഉത്തരവ് പുറത്തുവരുന്നത്. ഇക്കാലം അത്രയും അതിജീവിതയ്ക്ക് വേണ്ടി പൊരുതിയ ആളാണ് പ്രോസിക്യൂഷന്റെ അഭിഭാഷക ടി.ബി. മിനി. കേസിൽ വിചാരണ കോടതി വിധി വന്നതോടെ എല്ലാം തീരുന്നില്ല. ഇനിയും അന്വേഷണത്തിന് സാധ്യതയുണ്ടെന്ന് അതിജീവിതയുടെ അഭിഭാഷകയായിരുന്ന ടി.ബി. മിനി പറഞ്ഞിരുന്നു. ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ വെറുതെ വിട്ട കോടതി ആദ്യ 6 പ്രതികൾക്ക് തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. വ്യക്തമായ തെളിവുകൾ ഹാജരാക്കിയിട്ടും ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ വെറുതെ വിടപ്പെട്ടു എന്ന വികാരമാണ് അതിജീവിതയ്ക്ക്. ഇനിയും കേസ് തുടങ്ങുന്നതേയുള്ളൂ എന്ന് ടി.ബി. മിനി ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്നു.
വീണ്ടും അന്വേഷണത്തിന് സാധ്യതകളുണ്ട്. മേൽക്കോടതികളിൽ കുറെ കൂടി ലീഗൽ അനലൈസിംഗ് സാധ്യമാണെന്നും ഗുണകരമായ നിർദ്ദേശങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും മിനി പറഞ്ഞിരുന്നു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ നിന്നും ദിലീപ് കുറ്റവിമുക്തനായി എങ്കിലും നടൻ തന്നെയാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ കേരളത്തിലുണ്ട്. മാത്രമല്ല, ദിലീപ് കേസിൽ നിന്നും മുക്തി നേടിയ ശേഷം ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് ദിലീപ് അനുകൂലികളിൽ നിന്നും ഏറ്റുവാങ്ങുന്ന രണ്ടുപേർ താരത്തിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരും അതിജീവിതയുടെ അഡ്വക്കേറ്റ് ടി ബി മിനിയുമാണ്. വിധികേട്ട് പുറത്തിറങ്ങിയ വന്ന ശേഷം ദിലീപ് ആദ്യം പ്രതികരിച്ചതും മഞ്ജുവിന് എതിരെയായിരുന്നു. എന്നാൽ മഞ്ജുവിനെയും ദിലീപിനെയും കുറിച്ച് അഡ്വക്കേറ്റ് ടി ബി മിനി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നതും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. ദിലീപിനോട് തനിക്ക് വ്യക്തിവൈരാഗ്യമില്ലെന്നും സത്യത്തിനൊപ്പം നിൽക്കുന്നു എന്നേ ഉള്ളൂ എന്നും മിനി പറഞ്ഞിരുന്നു. മഞ്ജു വാര്യരെ കുറിച്ച് ദിലീപ് പറഞ്ഞു നടന്നതെല്ലാം മോശം കാര്യങ്ങളാണെന്നും മിനി പറഞ്ഞിരുന്നു. മഞ്ജുവും ദിലീപും തമ്മിൽ വിവാഹമോചിതരായ ശേഷം കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മഞ്ജു കണ്ണു നിറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന രംഗമുണ്ട്. മഞ്ജു വാര്യരെ കുറിച്ച് എന്തൊക്കെയാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത്? വഷളത്തരങ്ങളെന്ന് തന്നെ പറയാം. അത്രകാലം സ്നേഹിച്ചൊരു പെണ്ണിനെ കുറിച്ച് അങ്ങനെ പറയാമോ? ജെന്റിലായിട്ടുള്ള പുരുഷൻ അങ്ങനെ പറയില്ല. നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യർ ശരിയായ രീതിയിൽ മൊഴി കൊടുത്തു. അവർക്ക് വേണ്ടി ഇത്രയും ക്രൂരമായ ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിയെ സത്യസന്ധമായി പിന്തുണയ്ക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതാണ് അവർ ചെയ്തത്. അല്ലാതെ ദിലീപിനെ കുറിച്ച് ഒരു വാക്ക് ഇന്നേ വരെ മഞ്ജു പറഞ്ഞിട്ടില്ല. അവരുടെ വ്യക്തിത്വം അത്രയും ഗംഭീരമാണ്. ഫാമിലി കോർട്ടിൽ വരുന്ന സ്ത്രീകളും പുരുഷന്മാരും സെപ്പറേറ്റ് ആയി കഴിയുമ്പോൾ പരസ്പരം പഴിചാരി എന്തൊക്കെയോ പറയും. പക്ഷെ മഞ്ജുവിന്റെ വായിൽ നിന്ന് ഒരു വാക്ക് വീണിട്ടില്ല. അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന് പറയുന്ന ആളുകൾക്ക് തന്നെ രണ്ട് മുഖമുണ്ട്. അതിജീവിതയ്ക്കൊപ്പമാണെന്ന് അവർ വെറുതെ പറയുകയാണ്. അവർ അതിജീവിതയ്ക്കൊപ്പമല്ല, യഥാർത്ഥത്തിൽ ദിലീപിനൊപ്പം തന്നെയാണ്. പക്ഷെ മുഖമറയാണ് അതിജീവിതയ്ക്കൊപ്പം എന്നതെന്നും മിനി പറഞ്ഞിരുന്നു. ദിലീപിന്റെ ഫാൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അയാൾ നിയമിച്ചിട്ടുള്ള കുറെ ആളുകൾ അഡ്വക്കേറ്റ് ടി ബി മിനിക്കൊന്നും അറിയില്ലെന്ന് പറയുന്നുണ്ട്. 30 വർഷം കോടതി വരാന്തയിലൂടെ വെറുതെ നടന്നാൽ കുറെ നിയമം അറിയാൻ പറ്റില്ലേ? എന്നെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് അവർ എന്നെ കുറിച്ച് ഓരോന്ന് പറയുന്നത്. എന്നെയും അതുവഴി അതിജീവിതയെയും അപമാനിക്കുകയാണ്. ഞാൻ നേരിനൊപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ. വ്യക്തിപരമായി ദിലീപിനോട് എനിക്ക് ഒരു വിഷമവുമില്ല. ഒരിക്കൽ മാത്രമേ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു വൈരാഗ്യവും എനിക്കില്ല. പക്ഷേ ഈ പ്രവൃത്തിയോട്, ആ സ്ത്രീയോട് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യിപ്പിച്ചതിന് എനിക്ക് അയാൾക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ല. മാപ്പില്ല അതിന്. കേരളം മാപ്പ് കൊടുക്കില്ല. ജഡ്ജ്മെന്റിനെ അനുകൂലിക്കുകയും ദിലീപിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന ആളുകൾ എത്രമാത്രം സ്ത്രീവിരുദ്ധരാണെന്ന് ആലോചിച്ചു നോക്കൂ. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രമല്ലേ അയാൾ ഇപ്പോൾ കുറ്റവിമുക്തനായത്. ഈ കേസിൽ ഞാൻ അതിജീവിതയ്ക്കൊപ്പമാണ്. അവർ എന്നെ അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് സത്യമായതുകൊണ്ടാണെന്നും മിനി കൂട്ടിച്ചേർത്തിരുന്നു. നടി ആക്രമിച്ച കേസിലെ ആദ്യ 6 പ്രതികൾക്കാണ് ശിക്ഷ ലഭിച്ചത്. ദിലീപിനെതിരെ ഗൂഢാലോചന കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതാണ് നടന് വിധി അനുകൂലമാകാൻ കാരണമായത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.